ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്ന് നമ്മുടെ നൂർജഹാൻ്റെയും നബീലിൻ്റെയും സ്റ്റോറി ഇല്ലേ, അതായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 1 യൂട്യൂബിലും പാർട്ട് 2 ടെലിഗ്രാം പെയ്ഡ് ചാനലിലും പാർട്ട് 3 യൂട്യൂബിലും പാർട്ട് 4 ടെലിഗ്രാം പെയ്ഡ് ചാനലിലുമാണ് ഇടുന്നത്. അപ്പോൾ യൂട്യൂബിൽ അറിയാമല്ലോ, നമുക്ക് എക്സ്ട്രീം റൊമാൻറ്റിക് പോർഷൻ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് കേട്ടില്ലെങ്കിലും കണ്ടിന്യൂറ്റി ഒന്നും നഷ്ടമാവില്ല. യൂട്യൂബിലുള്ള പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ടെലിഗ്രാം പോർഷൻ മാത്രം ഒരു മണിക്കൂറിന് മുകളിലുണ്ട്. അത് വേണ്ടവർ എനിക്ക് മെസ്സേജ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ തുടങ്ങിയാലോ. മാസമുറ ഒന്നും പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് തന്നെയും കൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞ നബീൽ സ്വർഗീയ അനുഭൂതി സമ്മാനിച്ചതിൻ്റെ നിറവിലായിരുന്നു നൂർജഹാൻ. ആബിദ് പോലും തന്നെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നല്ലൊരംഗം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന നബീലിൻ്റെ നെറുകയിൽ സ്നേഹത്തോടെ ചുംബനം നൽകി. അബൂബക്കർ സാഹിബിന് പരിക്ക് പറ്റിയതുകൊണ്ട് കുറച്ച് ദിവസമായി നബീലിന് കോളേജ് പോക്ക് നടക്കുന്നില്ല. കച്ചവട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണ്. പിറ്റേന്ന് കൂപ്പിൽ പോയിട്ട് തിരികെ വന്ന നബീൽ വീട്ടിലെത്തിയപ്പോൾ സമയം രാത്രി 7 മണിയോടടുത്തിട്ടുണ്ടായിരുന്നു. അന്തരീക്ഷത്തിൽ ഇരുട്ട് വീണിരുന്നു. അവൻ നേരെ അകത്തേക്ക് കയറി പതിവ് പോലെ നൂർജഹാൻ്റെ അടുത്തേക്കാണ് പോയത്. അടുക്കളയിൽ ഉമ്മ അടുപ്പിന് മുന്നിൽ നിന്ന് വലിയൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയായിരുന്നു. ഒരു വെള്ള ചുരിദാറായിരുന്നു അവളുടെ വേഷം. ആ മങ്ങിയ വെളിച്ചത്തിൽ അവളെ വെള്ള ചുരിദാറിൽ കണ്ടപ്പോൾ അവന് വല്ലാത്തൊരു ആശ്ചര്യം തോന്നി. വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ ഒരു ചുരിദാർ ധരിച്ച് അവൻ കാണുന്നത്. നൈറ്റിയേക്കാൾ അവളുടെ ശരീരത്തിൻ്റെ വശ്യമായ വടിവുകൾ ആ ചുരിദാറിലാണ് തെളിഞ്ഞു നിന്നിരുന്നത്. നൂറ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ശ്രദ്ധയിലായിരുന്നുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് വന്നതറിഞ്ഞിരുന്നില്ല. അവൻ ഒട്ടും ശബ്ദം ഉണ്ടാക്കാതെ പിറകിലൂടെ അവളുടെ അടുത്തേക്ക് വന്ന് മെല്ലെ അവളെ 2 കൈകൾ കൊണ്ടും ഒന്ന് കെട്ടിപ്പിടിച്ചു. ആ അപ്രതീക്ഷിത സ്പർശനത്തിൽ നൂർജ ഒന്ന് ഞെട്ടിപ്പോയി. അവൾ വേഗം തിരിഞ്ഞു നോക്കി അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഓഹ്, നീ ആയിരുന്നോ? എന്താടാ, നിനക്ക് സ്ഥലകൊലബോധം ഇല്ലാതെ പോയോ? ചുറ്റും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഭയത്തോടെ ഒന്ന് കണ്ണോടിച്ചാണ് അവളത് ചോദിച്ചത്. അതിന് സ്വന്തം ഉമ്മയെ മകനൊന്ന് കെട്ടിപ്പിടിച്ചൂടെ ഉമ്മ? അവനൊന്നും അറിയാത്ത പോലെ വളരെ നിഷ്കളങ്കമായി ചോദിച്ചു. അല്ല, ഇന്നെന്താ അപ്പോൾ ഒരു പ്രത്യേകത? ചുരിദാറൊക്കെ ആണല്ലോ വേഷം. അവൻ അവളുടെ വസ്ത്രത്തിലേക്ക് നോക്കി കള്ളച്ചിരിയോടെ തിരക്കി. അതിനെന്താ, എനിക്ക് ചുരിദാർ ഇട്ടൂടെ? അവൾ തിരിച്ച് ചോദിച്ചു. അല്ല, ഉമ്മ ഇങ്ങനെ ചുരിദാർ ഇട്ട് കണ്ടിട്ട് കുറേ കൊല്ലങ്ങളായി, അതുകൊണ്ട് ചോദിച്ചതാ. എന്തായാലും സംഗതി ജോറായിട്ടുണ്ട്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആണോടാ? അവൾ ഉള്ളിലെ ജിജ്ഞാസയോടെയും സന്തോഷത്തോടെയും അവനെ നോക്കി. ആ, ശരിക്കും, അവൻ മറുപടി പറഞ്ഞു. അത് പറയുന്നതിനിടയിൽ അവൻ തൻ്റെ കൈകൾ മെല്ലെ അവളുടെ വിരിഞ്ഞെടുപ്പിലേക്ക് വെച്ച് അമർത്തി ഒന്ന് തഴുകി. ആ ചൂടുള്ള സ്പർശനത്തിൽ അവളുടെ ശരീരം സുഖത്തോടെ ഒന്ന് പുളഞ്ഞുപോയി. ചീ, വിടടാ ചെക്ക, അവൾ കൊഞ്ചലോടെയും നാണത്തോടെയും പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അല്ല, ഇതാർക്കാ വെള്ളം ചൂടാക്കുന്നത്? അവൻ പാത്രത്തിലേക്ക് നോക്കി ചോദിച്ചു. ഉപ്പയ്ക്കാടാ, കൈ ആ ചൂടുവെള്ളം കൊണ്ട് കഴുകണം എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ ഇതൊന്നെടുത്ത് ഉപ്പാൻ്റെ റൂമിലേക്ക് വാ. അവൾ അവന് ജോലി ഏൽപ്പിച്ചു കൊടുത്തു. മുന്നിൽ നടന്നു പോകുന്ന നൂറയുടെ പിന്നഴകിൻ്റെ ചലനം നോക്കിക്കൊണ്ട് അവൻ വല്യുപ്പയുടെ മുറി ലക്ഷ്യമാക്കി അവളുടെ പിന്നാലെ നടന്നു. അവനും അവളും ചൂടുവെള്ളത്തിൻ്റെ പാത്രവുമായി സാഹിബിൻ്റെ മുറിയിലേക്ക് നടന്നു ചെന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി നബീലിനെ കണ്ട പാടെ കട്ടിലിൽ ചാരിയിരിക്കുകയായിരുന്ന സാഹിബ് വിശേഷം തിരക്കി. ബിസിനസ് കാര്യങ്ങളെക്കുറിച്ചും കൂപ്പിൽ പോയതിനെക്കുറിച്ചും വളരെ താല്പര്യത്തോടെ തിരക്കാൻ തുടങ്ങി. അതിനിടയിൽ നൂറ ഉപ്പാൻ്റെ കയ്യിൽ ചൂട് പിടിക്കാൻ റെഡിയായി. സാഹിബ് കട്ടിലിൽ സുഖമായി കിടന്നുകൊണ്ട് തൻ്റെ ഇടത്ത് കൈ അവൾക്ക് നേരെ നീട്ടിക്കൊടുത്തു. നൂറ താൻ കൊണ്ടുവന്ന ചൂടുവെള്ളത്തിൽ തോർത്തുമുണ്ട് മുക്കി പാകത്തിന് പിഴിഞ്ഞെടുത്ത് മെല്ലെ വല്യുപ്പയുടെ കൈ തുടച്ച് കൊടുക്കാൻ തുടങ്ങി. അവൾ ഓരോ തവണയും കട്ടിലിനരികിൽ മുട്ടുകുത്തിയിരുന്ന് ആ പാത്രത്തിലെ വെള്ളത്തിലേക്ക് കുമ്പിടുമ്പോൾ
അവളുടെ ആ വെളുത്ത ചുരിദാറിൻ്റെ കഴുത്തിലൂടെ കാണാവുന്ന മുഴുപ്പ്. അപ്പുറത്ത് മാറി നിന്നിരുന്ന നബീലിന് അത് വല്ലാതെ കുളിർമയുള്ളൊരു കാഴ്ചയായി മാറി. അവൻ കണ്ണ് ചിമ്മാതെ അവളുടെ അവിടേക്ക് തന്നെ നോക്കി നിന്നു. തൻ്റെ ഈ കുമ്പിട്ടുള്ള ഇരുത്തത്തിൽ അവൻ്റെ തീക്ഷ്ണമായ നോട്ടം കൃത്യമായി തൻ്റെ അവിടെ തന്നെയാണ് പതിഞ്ഞിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു നാണം പടർന്നു. അവൾ ഉപ്പ കാണാത്ത രീതിയിൽ നബീലിനെ നോക്കി മുഖം കൊണ്ടൊരു കൊച്ചു കോക്രി കാണിച്ചു. അവനും വിട്ടുകൊടുത്തില്ല. അവൻ അവളെ നോക്കി തൻ്റെ താഴത്തെ ചുണ്ട് പല്ലുകൾ കൊണ്ട് ചെറുതായി ഒന്ന് കടിച്ചു കാണിച്ചു. ആ ഒരു നിശബ്ദ വികൃതിയിൽ അവരുടെ ഉള്ളിലെ പ്രണയം വീണ്ടും ഇരട്ടിച്ചു. കൈകഴുകലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ സാഹിബ് കട്ടിലിൽ മെല്ലെ എഴുന്നേറ്റിരുന്നു. ഈ സമയം നോക്കി നബീൽ തൻ്റെ മനസ്സിൽ കുറേ നേരമായി ഓടിക്കൊണ്ടിരുന്നൊരാഗ്രഹം വല്യപ്പയോട് അവതരിപ്പിച്ചു. ഉപ്പുപ്പാ, എനിക്ക് ഈ കൂപ്പിലെയും മറ്റും കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് പോകാൻ ഒരു ബൈക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ സാഹിബ് അവനെ ഒന്ന് നോക്കി. അതിന് നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാവോ മോനെ എന്ന് ചോദിച്ചു. ആ ഉപ്പുപ്പ, എനിക്ക് നന്നായി ബൈക്കും കാറും ഓടിക്കാൻ അറിയാം, അവൻ പെട്ടെന്ന് മറുപടി നൽകി. എന്നാൽ ഈ ആവശ്യം ആദ്യമായി കേട്ട നൂറ പെട്ടെന്ന് തന്നെ അതിനെ എതിർത്ത് സംസാരിച്ചു. ബൈക്കൊക്കെ വല്ലാത്ത അപകടമാണ് ഉപ്പുപ്പ, വലിയ വണ്ടികളൊക്കെ റോഡിൽ പാഞ്ഞു പോകുന്നതല്ലേ, വേണ്ട, അവൾ ഉപ്പയെ നോക്കി ഉറപ്പിച്ചു പറഞ്ഞു. നബീൽ അവളിൽ നിന്നും ഒരിക്കലും അങ്ങനെ ഒരു എതിർപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ ആ പെട്ടെന്നുള്ള മറുപടി കേട്ടപ്പോൾ അവൻ്റെ മുഖം മങ്ങി. ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം തോന്നി. പക്ഷേ അവനെ കൂടുതൽ സങ്കടപ്പെടുത്താൻ നൂറ തയ്യാറായിരുന്നില്ല. അവൾ ഉടൻ തന്നെ ഉപ്പയോട് കൂട്ടിച്ചേർത്തു. നമുക്കൊരു ചെറിയ കാറ് വാങ്ങിക്കൂടെ ഉപ്പ? അതാകുമ്പോൾ ഉപ്പുപ്പയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും മറ്റു നല്ല സൗകര്യമായിരിക്കും. പിന്നെ ബൈക്കിനെ അപേക്ഷിച്ച് അപകടവും കുറവാണ്. അവൾ കാറിൻ്റെ കാര്യം പറഞ്ഞതും നബീലിൻ്റെ തളർന്ന മുഖം പെട്ടെന്ന് ചുവന്നു തുടുത്തു. കണ്ണുകളിൽ വലിയൊരു തിളക്കം വന്നു. അത് കൊള്ളാലോ, അവൻ മനസ്സിൽ കരുതി. അവൻ അത്ഭുതത്തോടെ ഉമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ മുഖത്തപ്പോൾ മിന്നിമറഞ്ഞ ആ നിഗൂഢമായ കള്ളഭാവം കണ്ടപ്പോൾ അവൻ ആദ്യം ഒന്നും മനസ്സിലായില്ല. അബൂബക്കർ സാഹിബ് അല്പം ചിന്തിച്ച ശേഷം പറഞ്ഞു, അതാ മോളെ നല്ലത്, കൂടുതൽ സൗകര്യവും അന്തസ്സും അതിനാണ്. എങ്ങോട്ടെങ്കിലും ഒരാവശ്യം വന്നാൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചൊരേ വണ്ടിയിൽ പോവാമല്ലോ. നീ നാളെ തന്നെ രാഘവനെയും കൂട്ടി ടൗണിൽ പോയി നല്ലൊരു കാറ് നോക്കിക്കോ മോനെ. പൈസയുടെ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അത്രയും പറഞ്ഞ് മൂപ്പര് വീണ്ടും ബെഡിലേക്ക് കിടന്നു. പാല് ചോദിച്ചവന് പാൽപ്പായസം കിട്ടിയ അവസ്ഥയിലായിരുന്നു നബീലിൻ്റെ മനസ്സപ്പോൾ. ബൈക്കിന് പകരം കാറ് സ്വന്തമാക്കാൻ പോകുന്നു. വലിയ സന്തോഷത്തോടെ ആ പാത്രവും എടുത്ത് അവൻ ഉമ്മോടൊപ്പം തിരികെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലെത്തിയ ഉടൻ തന്നെ അവൻ ആ സന്തോഷം അടക്കാനാവാതെ പാത്രം വശത്തേക്ക് വെച്ച് ഉമ്മയെ പിറകിലൂടെ ആഞ്ഞു വാരി പുണർന്നു. എൻ്റെ നൂറമോളെ, ഞാൻ വിചാരിച്ചു ഉമ്മ എൻ്റെ ബൈക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മനഃപൂർവ്വം ഉടക്ക് പറയുകയാണെന്ന്. നൂർജഹാൻ തിരിഞ്ഞു നിന്ന് അവനെ തിരിച്ച് ശക്തമായി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ ചിരിച്ചു. കാറായാലല്ലേടാ മണ്ട, നമുക്ക് എപ്പോഴെങ്കിലും സൗകര്യമായിട്ട് ഒന്നിച്ച് പുറത്തോട്ടൊക്കെ കറങ്ങാൻ പോകാൻ പറ്റൂ. അതാണല്ലേ കള്ളി, ബൈക്ക് വേണ്ട കാറ് മതി എന്ന് തന്ത്രപൂർവ്വം പറഞ്ഞത്. നബീൽ അവളുടെ വശ്യമായ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പിന്നെ ഞാൻ എത്ര കാലമായി ഈ വലിയ വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കും നിൻ്റെ കൂടെ കാറിൻ്റെ മുൻസീറ്റിലിരുന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങണമെന്നുണ്ട്. അവൾ തൻ്റെ നോട്ടം അല്പം താഴേക്ക് താഴ്ത്തി നാണത്തോടെ പറഞ്ഞു. അവളുടെ ആ കൊഞ്ചൽ കേട്ടപ്പോൾ നബീലിന് വല്ലാത്തൊരു വാത്സല്യം തോന്നി. അവൻ അവളുടെ മുഖം തൻ്റെ 2 കൈകളിലും കോരിയെടുത്ത് കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, എൻ്റെ ഉമ്മച്ചിക്കുട്ടിയെ ഞാൻ ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. ആ വാക്കുകൾ കേട്ടതും നൂർജഹാൻ്റെ ഉള്ളിലെ സ്നേഹം അണപൊട്ടി ഒഴുകി. അവൾ മുന്നോട്ടാഞ്ഞ് അവൻ്റെ ചുണ്ടുകളിൽ വളരെ ആർദ്രമായും ആഴത്തിലും ഒരു ചുംബനം നൽകി. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ വശ്യമായ അവസരം നബീൽ കൃത്യമായി മുതലാക്കി. അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ അമർത്തി പിടിച്ചു. അതേസമയം അവൻ്റെ കൈകൾ അവളുടെ വെള്ള ചുരിദാറിൻ്റെ പിറകിലൂടെ താഴേക്ക് പരതാൻ തുടങ്ങി.
അവൻ അവളെ അടുക്കളയിലെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി. അവർ പരസ്പരം ചുണ്ടുകൾ ആർത്തിയോടെ മാറി മാറി നുണയുമ്പോൾ വികാരത്തിൻ്റെ പരകോടിയിലായ നൂർജഹാൻ തൻ്റെ ഇടത് കാലും തുടയും ഉയർത്തി അവൻ്റെ അരക്കെട്ടിലേക്ക് വരിഞ്ഞു മുറുക്കി പിടിച്ചിരുന്നു. നിലവിട്ട് പെരുമാറി തുടങ്ങിയപ്പോഴാണ് നൂർജഹാന് പെട്ടെന്ന് ബോധം വന്നത്. പകൽ വെളിച്ചം പൂർണ്ണമായി മാറിയിട്ടില്ലാത്ത കൊണ്ടും ആരെങ്കിലും വരുമെന്ന ഭയം കൊണ്ടും അവൾ നാണത്തോടെ നബീലിനെ തന്നിൽ നിന്നും മെല്ലെ തള്ളി മാറ്റി. എന്തു പറ്റി മുത്തേ? ഇനി ബാക്കി കാര്യങ്ങളെല്ലാം രാത്രി മതിയോ? അവൻ ശ്വാസമെടുത്ത് ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. നൂർജഹാൻ തൻ്റെ ചുരിദാറും തോളിലെ ഷോളുമെല്ലാം വേഗം കൈകൾ കൊണ്ട് നേരെയാക്കി. എന്നിട്ട് അവനോട് കുറച്ചുകൂടി അടുത്ത് വന്ന് കാതിൽ മെല്ലെ മന്ത്രിച്ചു. ഹാ, ഇനി പകലുമില്ല രാത്രിയുമില്ല. അവൾ പറഞ്ഞത് മനസ്സിലാകാതെ അവൻ ആകെ പകച്ചു നിന്നു. അതെന്താ നൂറമ്മോളെ അങ്ങനെ പറഞ്ഞത്? ഒരാഴ്ചത്തേക്ക് എങ്ങോട്ടേലും പോവുകയാണോ? അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. അതല്ലടാ മണ്ടൂസേ, ഇന്നലെ നീ കണ്ടതല്ലേ ഡേറ്റ് ആയത്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറച്ച് ദിവസത്തേക്ക് പാടില്ല. ഇന്നലെ പ്രത്യേക മാനസികാവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചെന്നേ ഉള്ളൂ. ഇനി കുറച്ച് ദിവസം എന്തായാലും വേണ്ട. അത് കേട്ടതും നബീലിൻ്റെ മുഖം പെട്ടെന്ന് ഇരുണ്ടുപോയി. അവൻ ആകെ സങ്കടവും നിരാശയും വന്നു. അപ്പോൾ ഇനി രാത്രികളിൽ ഉമ്മ എൻ്റെ കൂടെ വന്ന് കിടക്കില്ലേ? അവൻ വല്ലാത്തൊരു കുണ്ഠിതത്തോടെ ചോദിച്ചു. ഇല്ല മോനെ, ഇനി ഈ കുറച്ച് ദിവസം കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായിട്ടേ എന്തും പറ്റൂ. അവൾ അവൻ്റെ കവിളിൽ തഴുകിക്കൊണ്ട് ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി ഉമ്മ എന്ന് സങ്കടത്തോടെ സ്വയം പിറുപിറുത്തുകൊണ്ട് തൻ്റെ രാത്രിയിലെ സുഖങ്ങളെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ കടുത്ത നിരാശയോടെ അവൻ പടവുകൾ കയറി മുകളിൽ തൻ്റെ മുറിയിലേക്ക് നടന്നുപോയി. നൂറ അവൻ്റെ ആ പോക്ക് നോക്കി അടുക്കളയിൽ നിന്ന് കള്ളച്ചിരിയോടെ നോക്കി നിന്നു. പിറ്റേന്ന് രാവിലെ ജനൽപ്പാളികളിൽ വന്ന് ആഞ്ഞടിക്കുന്ന കനത്ത മഴയുടെ താളാത്മകമായ ശബ്ദം കേട്ടാണ് നബീൽ കണ്ണുകൾ തുറന്നത്. പുറത്ത് നല്ല തണുപ്പുള്ള അന്തരീക്ഷമായിരുന്നു. ഷോർട്സൊക്കെ വലിച്ച് നേരെയാക്കി കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അവൻ ജനലരികിലേക്ക് നടന്നു ചെന്ന് ആ പഴയ മാളിക വീടിൻ്റെ ജനവാതിലുകൾ മെല്ലെ പുറത്തേക്ക് തുറന്നു. വാതിൽ തുറന്നതും കനത്ത മഴയുടെ ഇരമ്പൽ ശബ്ദം മുറിക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. പുറത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. വെള്ളിനൂലുകൾ പോലെ പെയ്യുന്ന മഴയത്ത് ദൂരേക്ക് നീണ്ടു കിടക്കുന്ന പച്ച പിടിച്ച പാടവരമ്പുകളും അന്തരീക്ഷത്തിൽ പടർന്നുയർന്ന ആ നനഞ്ഞ മണ്ണിൻ്റെ വശ്യമായ ഗന്ധവും പ്രഭാതത്തിൽ തന്നെ അവൻ്റെ ഉള്ളിലൊരു പുതിയ ഉന്മാദവും ഉണർവും സമ്മാനിച്ചു. പെട്ടെന്ന് ശക്തമായൊരു കാറ്റടിച്ചപ്പോൾ മഴച്ചീറ്റുകല്ലുകൾ ജനലിലൂടെ അകത്തേക്ക് അടിച്ചു കയറി അവൻ്റെ മുഖത്തെയും ശരീരത്തെയും നനച്ചു. അവൻ വേഗം തന്നെ മരവാതിലുകൾ വലിച്ചടിച്ച് കുറ്റിയിട്ടു. ചുമരിലെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം രാവിലെ 7 മണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് മില്ലിൽ പോകേണ്ടതില്ല. പകരം വല്യുപ്പ പറഞ്ഞ പോലെ രാഘവേട്ടനെയും കൂട്ടി പുതിയൊരു കാറ് നോക്കാൻ പോകാനുള്ള ദിവസമാണ്. സ്വന്തമായ ഒരു വണ്ടി വീട്ടുമുറ്റത്ത് വന്നു നിൽക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും ആവേശവും ഇരച്ചു കയറി. കുളിയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് ഉപ്പുപ്പ നൽകിയ ചെക്ക് കൊണ്ട് രാഘവേട്ടനുമായി കാറ് വാങ്ങാൻ പോയി. കടും ചുവപ്പ് കളറിലുള്ള കാറ് തന്നെ അവൻ തിരഞ്ഞെടുത്തു. വണ്ടിയുടെ താക്കോല് കൈമാറി ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കിയ ശേഷം അവർ ഷോറൂമിൻ്റെ പടിയിറങ്ങി. പുതിയ ചുവപ്പ് കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ ആദ്യമായി കൈവച്ചപ്പോൾ അവൻ്റെ ഉള്ളിലൂടെ വൈദ്യുതി പാഞ്ഞുപോയി. അവൻ വണ്ടി മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് നേരെ അടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് വിട്ടു. അവിടെ നിന്നും കാറിൻ്റെ ടാങ്ക് ഫുള്ളാക്കി എണ്ണ അടിച്ചു. അതിനുശേഷം അവൻ രാഘവേട്ടനെയും കൂട്ടി ടൗണിലെ ഏറ്റവും മുന്തിയ AC ഹോട്ടലിലേക്ക് കയറി. മേശയ്ക്കരികിലിരുന്നപ്പോൾ നബീൽ രാഘവനെ നോക്കി വലിയ മനസ്സോടെ പറഞ്ഞു, രാഘവേട്ട, ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ഓർഡർ ചെയ്ത് കഴിച്ചോ. യാതൊരു മടിയും വിചാരിക്കേണ്ട, എൻ്റെ ചിലവാ. നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് പുതിയ വണ്ടിയുടെ AC തണുപ്പിലിരുന്ന് പോകുന്നതിനിടയിൽ അവർ മില്ലിലെ കാര്യങ്ങളെക്കുറിച്ചും ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ യാത്രയുടെ പകുതി വഴിയിൽ വെച്ച് പെട്ടെന്നാണ് രാഘവൻ വളരെ ഗൗരവമുള്ളൊരു വിഷയം
നൂർജഹാൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്. അല്ല മോനെ നബീലെ, കാര്യങ്ങളൊക്കെ ഇപ്പം നല്ലപോലെ പോകുന്നുണ്ട്. ഇനി നിൻ്റെ ഉമ്മാക്കും ഒരു തുണ വേണം. എത്ര കാലമായി ആ പാവം ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു ജീവിതമില്ലാതെ കഴിയുന്നു. രാഘവൻ വളരെ സഹതാപത്തോടെ പറഞ്ഞു. അത് കേട്ടതും നബീലിൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിലൊന്ന് മുറുകി. ആ വിഷയം അവൻ ഒട്ടും പിടിച്ചില്ലെങ്കിലും അവൻ പുറമെ ഭാവവ്യത്യാസമൊന്നും കാണിക്കാതെ ഒന്നും മിണ്ടാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. രാഘവൻ അത് ശ്രദ്ധിക്കാതെ തൻ്റെ സംസാരം തുടർന്നു. കഴിഞ്ഞ ദിവസം അബൂക്ക് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, നൂർജഹാന് പറ്റിയ നല്ലൊരാലോചന എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കൊണ്ടുവരാൻ. ഞാൻ നോക്കാം എന്ന് വല്യുപ്പയ്ക്ക് വാക്കും കൊടുത്തിരുന്നതാ. എൻ്റെ അറിവിൽ ഇപ്പോൾ നല്ലൊരാളുണ്ട്. ഗൾഫിൽ നിന്നും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കാൻ വന്നതാ. വലിയ പണക്കാരനാ. നിങ്ങൾക്ക് എല്ലാ രീതിയിലും പറ്റിയ കുടുംബവുമാണ്. മക്കളൊന്നുമില്ല. അയാളുടെ ഭാര്യ കഴിഞ്ഞ വർഷം ഒരു റോഡ് ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാ. രാഘവൻ ഒന്ന് നിർത്തി പിറത്തേക്ക് നോക്കി വീണ്ടും പറഞ്ഞു, ഞാൻ ഈ ആലോചനയുടെ കാര്യം സാഹിബിനോട് നേരിട്ട് വന്ന് സംസാരിക്കാനിരുന്നതായിരുന്നു. അപ്പോഴല്ലേ ആ അപകടം പറ്റിയത്. പാവ സാഹിബ്. നിൻ്റെ ഉമ്മ അങ്ങനെ ആ വീട്ടിൽ തനിച്ച് യൗവനം കളഞ്ഞു നിൽക്കുന്നത് കണ്ട് അങ്ങേർക്കാണ് ഉള്ളിൽ ഏറ്റവും കൂടുതൽ സങ്കടം. ഇതൊന്ന് വേഗം നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. രാഘവൻ അത്രയും പറഞ്ഞു നിർത്തി ഒരു വലിയ നെടുവീർപ്പിട്ടു. അത് കേട്ട് അവനൊരു വലിയ ബോംബ് പൊട്ടിയ പോലെ തോന്നി. അവൻ്റെ മനസ്സാകെ തകർന്ന തരിപ്പണമായിരുന്നു. നെഞ്ചിലേക്ക് കനത്തൊരു ഭാരം വന്ന് അമരുന്ന പോലെ അവൻ അനുഭവിച്ചു. ഉച്ചവരെ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷങ്ങളും ആവേശവും ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ്റെ ഉള്ളിൽ നിന്നും ഒലിച്ചുപോയി. താൻ ജീവനെ തുല്യം സ്നേഹിക്കുന്ന തൻ്റെ മാത്രം സ്വന്തമായ ഉമ്മയെ മറ്റാരോ വന്ന് കൊണ്ടുപോകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം അവനെ ആകെ തളർത്തിക്കളഞ്ഞു. അതുവരെ കൊണ്ട AC-യുടെ സുഖമുള്ള തണുപ്പ് ഇപ്പോൾ അവനെ വല്ലാതെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. എങ്കിലും ഉള്ളിലെ ആ കനത്ത ആഘാതവും പരിഭ്രമവും ഒട്ടും പുറത്ത് കാണിക്കാതെ അവൻ വണ്ടി ഓടിച്ച് രാഘവൻ്റെ വീട്ടുപടിക്കലെത്തിച്ചു. വണ്ടി നിന്നതും രാഘവൻ ഇറങ്ങാനാഞ്ഞ് അവനെ ക്ഷണിച്ചു. മോനെ, വണ്ടി മുറ്റത്തേക്ക് കയറ്റ്. വീട്ടിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാം. വേണ്ട രാഘവേട്ട, നേരം വൈകി. ഉപ്പയും ഉമ്മയും വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ മറ്റൊരിക്കൽ വരാം. നബീൽ വളരെ നിർജീവമായ മരവിച്ച സ്വരത്തിൽ പറഞ്ഞു. രാഘവൻ വണ്ടിയിൽ നിന്നിറങ്ങി യാത്ര പറഞ്ഞു പോയതും നബീൽ കാറിൻ്റെ ഗ്ലാസുകൾ മുഴുവനായി ഉയർത്തി. അവൻ്റെ മനസ്സ് പൂർണ്ണമായും മരവിച്ചു പോയിരുന്നു. കണ്ണുകളിൽ വല്ലാത്തൊരു ശൂന്യത പടർന്നു. ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങിയ ആ പുതിയ ചുവപ്പ് കാറിൻ്റെ വലിയ സന്തോഷമെല്ലാം അവൻ്റെ ഉള്ളിൽ നിന്നും അപ്പാടെ മാഞ്ഞു പോയിരുന്നു. എൻ്റെ ഉമ്മയെ എനിക്ക് നഷ്ടപ്പെടുവോ എന്ന വല്ലാത്തൊരു ഭയത്തോടെ അവൻ വീട്ടിലേക്ക് വണ്ടി തിരിച്ചുവിട്ടു. നൂർജഹാനും സാഹിബും കൂടെ ആ പുതിയ കാറൊന്ന് ചുറ്റിക്കണ്ടു. സാഹിബിന് സന്തോഷമായി. നൂർജഹാനും ചുവന്ന കളർ ഇഷ്ടപ്പെട്ടു. അവൾ മുന്നിലെ ഡോറ് തുറന്ന് അദ്ദേഹത്തെ മെല്ലെ താങ്ങി പിടിച്ച് ഉള്ളിലെ സീറ്റിൽ കയറ്റിയിരുത്തി. എടാ, എവിടെടാ നീ? എന്നെ ഇതിലൊന്ന് കയറ്റി പുറത്തോട്ട് ചുറ്റിക്കാൻ പറ. സീറ്റിലിരുന്ന് അബൂ സാഹിബ് വല്ലാത്തൊരാവേശത്തോടെ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അവന് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞ് മുകളിലെ റൂമിലേക്ക് പോയിരിക്കുമോ ഉപ്പ. വല്ലാത്ത ക്ഷീണമുണ്ട്. നൂർജഹാൻ വണ്ടിയുടെ ഉൾഭാഗം നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ സാരമില്ല, പാവം രാവിലെ മുതൽ മില്ലിലും ഷോറൂമിലും ഒക്കെ ആയിട്ട് ഒരേ ഓട്ടം ആയിരുന്നല്ലോ. അതിൻ്റെ ക്ഷീണം കാണും. ഇനിയിപ്പോൾ നേരെ ഇരുട്ടാറായില്ലേ, ചുറ്റലൊക്കെ നാളെയാകാം. സാഹിബ് കാറിൽ നിന്നും മെല്ലെ പുറത്തിറങ്ങി. അവൾ അദ്ദേഹത്തെ കൈകളിൽ താങ്ങി പിടിച്ച് അകത്തെ മുറിയിലെത്തിച്ച് കട്ടിലിരുത്തി. എന്നാൽ ഉപ്പയെ മുറിയിലാക്കി തിരികെ വരുമ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വേവലാതി പടർന്നിട്ടുണ്ടായിരുന്നു. വണ്ടി വാങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ മരവിപ്പും അസ്വസ്ഥതയും അവളുടെ ഉള്ളിൽ ഒരു ഭാരമായി തങ്ങി നിന്നു. സമയം മെല്ലെ ഇരുട്ടി തുടങ്ങിയിരുന്നു. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയതെന്നറിയാൻ അവൾ ഒട്ടും സമയം കളയാതെ മുകളിലെ നിലയിലേക്ക് നടന്നു. നേരെ അവൻ്റെ മുറിയുടെ മുന്നിലെത്തി. വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അകത്തേക്ക് കയറിയപ്പോൾ അലി കട്ടിലിൽ കണ്ണുകൾ അടച്ച് നിശ്ചലനായി കിടക്കുകയായിരുന്നു.
അവൾ മെല്ലെ നടന്ന് അവൻ്റെ അരികിലായി കട്ടിലിൻ്റെ വശത്തിരുന്നു.